ബലാത്സംഗ കേസിൽ എം മുകേഷ് എംഎൽഎയുടെ രാജിക്കായി സമ്മർദ്ദമേറുന്നതിനിടെ നിർണായക സിപിഐഎം സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. സംസ്ഥാന നേതാക്കൾ മുകേഷിന് പ്രതിരോധം തീർക്കുമ്പോൾ നടപടി വേണം എന്നാണ് സിപിഐഎം കേന്ദ്ര നേതൃത്വത്തിലെ വനിതാ നേതാക്കളുടെ ആവശ്യം. നടപടി വേണമെന്ന് പി അംഗങ്ങളായ ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും ആവശ്യപ്പെട്ടു. എന്നാൽ ചോദ്യങ്ങളിൽ നിന്ന് പ്രകാശ് കാരാട്ട് ഇന്നും ഒഴിഞ്ഞുമാറി. That is true, and the first thing that has been done is he's been removed from that committee of which he was a member. Now we will see as the case progresses what happens, because we should not get influenced by the kind of people who are raising these demands. There are people in the Congress party who have been charge sheeted for rape. They are still MLAs. The BJP has given remission to rapists in Gujarat. So that is not the point. The point is an allegation has been made, a case is being registered, proper investigation should be made and proper punishment should be given. And I'm sure that the government will act in a proper way. And it is not only women of other parties, it is women in our party everywhere who are very much angry, who are very much perturbed by what is happening. And certainly there will be no escape for anybody against whom a proper case is registered. അത് കേരളത്തിലെ ഡിസൈഡ് നമ്മളിവിടെ ഒന്നും പറയുന്നത് ഈ കാര്യം കേരളത്തിൽ ഡിസൈഡ് ചെയ്യും. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പോലീസ് സുരക്ഷയിൽ മുകേഷ് കൊച്ചിയിലേക്ക് തിരിച്ചു. കൊച്ചിയിലെത്തുന്ന മുകേഷ് അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വിവരങ്ങളുമായി വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗിരീഷ്, പ്രതിപക്ഷമുയർത്തുന്ന വിമർശനങ്ങളെയൊന്നും കാര്യമായി എടുക്കേണ്ടതില്ല, രാജി വേണ്ട എന്നൊരു നിലപാട് നേരത്തെ CPIM സ്വീകരിച്ചതാണ്. പക്ഷേ പാർട്ടിക്കകത്ത് നിന്ന് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഭിന്നസ്വരം, ശക്തമായ എതിർപ്പ്, അതിനെ അങ്ങനെ മുഖവിലേക്കെടുക്കാതെ മുന്നോട്ട് പോകാൻ CPIMന് കഴിയാത്ത സാഹചര്യവുമുണ്ട്. CPI സമ്മർദ്ദം ശക്തമാക്കുന്ന നില മറുവശത്തുണ്ട്. അതിനിടയിൽ മറിച്ചൊരു തീരുമാനത്തിലേക്ക്, രാജി എന്നൊരു തീരുമാനത്തിലേക്ക് CPIM കടക്കാനുള്ള സാധ്യതയുണ്ടോ പി എ ഗിരീഷ്? റേജിത്ത്, മുകേഷിൻ്റെ രാജിക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കാനുള്ള CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. യോഗം അല്പസമയത്തിനകം സമാപിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുകേഷ് രാജി ആവശ്യപ്പെടേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഇന്നലത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്നത്തെ സാഹചര്യം. മുതിർന്ന നേതാക്കൾ, CPIMൻ്റെ വനിതാ നേതാക്കൾ തന്നെ മുകേഷിൻ്റെ രാജി ആവശ്യവുമായി പരസ്യമായ നിലപാട് എടുത്തു കഴിഞ്ഞു. മാത്രമല്ല CPI ആകട്ടെ അവരുടെ നിലപാട് കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. മുകേഷ് രാജിവെക്കുന്നതാണ് മുന്നണിക്കും സർക്കാരിനും നല്ലത് എന്ന നിലപാടിലേക്ക് CPI എത്തിച്ചേർന്നിരിക്കുന്നു. ഇവരുടെ നിലപാട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിക്കുകയും ചെയ്തു. മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടണം എന്നുള്ളതാണ് CPI ഇപ്പോൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ CPIയുടെ നിലപാടായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിലുള്ള വിശദമായ ചർച്ച ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉചിതമായ തീരുമാനം, അതോടൊപ്പം തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി CPIM പരിഗണിക്കുന്നുണ്ട്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞത് ഇത് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയമായ ഒരു ആവശ്യം മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്നും കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു. ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നു. CPIക്ക് പുറമെ NCP കൂടി ഇത്തരത്തിൽ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. അതോടൊപ്പം CPIമിൽ നിന്ന് തന്നെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള മുതിർന്ന വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതേ ആവശ്യവുമായി വരുന്നു. അതുകൊണ്ട് തന്നെ മുകേഷിനെ കൂടുതൽ സംരക്ഷിക്കാനുള്ളൊരു സാധ്യത ഇപ്പോൾ ഇല്ല. പകരം മുകേഷ് അന്വേഷണം കഴിയുന്നതുവരെ മാറി നിൽക്കട്ടെ, അല്ലെങ്കിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കട്ടെ എന്നുള്ളൊരു നിഗമനത്തിലേക്ക്, തീരുമാനത്തിലേക്ക്, ധാരണയിലേക്ക് ഒക്കെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയേക്കാം. ഏതായാലും അല്പനിമിഷങ്ങൾക്കകം തന്നെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നിലപാട് നമുക്ക് വ്യക്തമാകും. ശ്രീജിത്ത്, ശരി. വി എ ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മുകേഷിൻ്റെ രാജിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് CPIM എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ വ്യക്തത വരും. നേരത്തെ രാജി വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തിയിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അതിശക്തമായ എതിർപ്പ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉയരുന്ന സാഹചര്യം, മുന്നണിയിൽ നിന്ന് തന്നെ ഉയരുന്ന സാഹചര്യം. ഈ ഘട്ടത്തിൽ രാജി വേണമെന്നൊരു തീരുമാനത്തിലേക്ക് CPIM എത്തുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും അല്പനിമിഷങ്ങൾക്കകം അക്കാര്യത്തിലൊരു വ്യക്തതയും